ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അൽ ലയാലി ഗ്രേഷ്യസ് എന്ന പെർഫ്യൂമാണ്. നിങ്ങൾ ഗിസ ഇമ്പീരിയൽ വാലി അല്ലെങ്കിൽ അഹമ്മദ് അൽ മഗ്രിബി മർജ് ഇങ്ങനത്തെ പെർഫ്യൂംസ് ഒക്കെ പലർക്കും പരിചയം ഉണ്ടാവും. സോ ആ ഒരു നാച്ചുറൽ വരുന്ന ഒരു പെർഫ്യൂം തന്നെയാണ് ഈ ഗ്രേഷ്യസും. സോ എനിക്ക് തോന്നുന്നു ഗിസന്റെ ഇമ്പീരിയൽ വാലിയാണ് ഫസ്റ്റ് ആ ഒരു സംഭവമായിട്ട് വന്നത്. അതും ഇനി വേറെ ഏതെങ്കിലും ഇൻസ്പയർഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പൊ കുറച്ച് നാളായിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് ആളുകൾ ഈ ഇമ്പീരിയൽ വാലി പെർഫ്യൂമിനെ ഇങ്ങനെ പ്രൈസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതൊക്കെ കാണാം. സോ അതിന്റെ ആ ഒരു നാച്ചുറൽ വരുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഗ്രേഷ്യസും. സോ ഈ ഫ്രാഗ്രൻസുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈവൻ മർജിന്റെ ഒക്കെ ഒരു കാറ്റഗറി. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്, യൂണിസെക്സ് ആണ്, പിന്നെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാച്ചുറൽ ഉള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എന്താ പറയാ കാറ്റഗറി ഓഫ് പെർഫ്യൂംസിൽ പെട്ടതാണ് ഇതും. സോ ഇത് ബോക്സ് ഇതെങ്ങനെയാണ് വരുന്നത്, ഗ്രേഷ്യസ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് പ്യുവർ പെർഫ്യൂമാണ്. അപ്പോൾ നമുക്ക് ഹയർ കോൺസെൻട്രേഷൻ ഇതിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് 50 ml ആണ്. ഇത് 50 ml മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓപ്പൺ ചെയ്താൽ ഇതാണ് പെർഫ്യൂമ്. സോ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബോട്ടിലാണ്, നല്ല ലുക്കുള്ള ഡിസൈനൊക്കെയുള്ള ക്യാപ്പൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ക്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഫ്രാഗ്രൻസ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഫ്രാഗ്രൻസ് തന്നെ. അതായത് ഇതിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, സ്വീറ്റ് നാച്ചുർ ഉണ്ട്, ആംബർ ഫ്രാഗ്രൻസ് ഉണ്ട്. എവിടേക്കോ ചെറുതായിട്ട് നമുക്കൊരു ഊതിൻ്റെ ഒക്കെ ടച്ച് പോലെ തോന്നും, പക്ഷെ അത്ര വിസിബിൾ അല്ല. അങ്ങനത്തെ ഒക്കെ ഒരു കാറ്റഗറിയിലുള്ള ഒരു ഫ്രാഗ്രൻസ്. സോ പറയുകയാണെങ്കിൽ മർജ് ആയിട്ട് ഇതിനൊരു ഡിഫറൻസ് എന്താ വെച്ചാൽ മർജിന്റെ ഓപ്പണിങ്ങിൽ ഒരു ഭയങ്കര എക്സ്ട്രീം കുത്തലാണ് വരിക. ഇവിടെ അതല്ല. ഇതിന്റെ ഓപ്പണിങ്ങിൽ നമുക്കൊരു ഫ്രഷ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഒരു സിട്രസി ബർഗമോട്ട് കൈൻഡ് ഓഫ് ഫ്രഷ്നെസ് ആണ് ഇതിലുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ ആ ഒരു സ്വീറ്റ് നാച്ചുറൽ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ആ ഒരു ആംബറി, പിന്നെ ഒരു വുഡി അങ്ങനത്തെ ഒരു ടൈപ്പും വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇത്തിരി ഡ്രൈ ഡൗൺക്ക് വരുമ്പോൾ കുറച്ചൊരു സ്മോക്കി നോട്ട്സ് ഇതിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഒരു വുഡി നോട്ട്സും, പിന്നെ ആ ഒരു സ്വീറ്റ് വുഡി ആയിട്ട് ഈ ഒരു ഫ്രാഗ്രൻസ് നിൽക്കുകയാണ്. കുറച്ചൊരു ആംബർ ടച്ച് വരുന്നുണ്ട്. വളരെ പ്ലീസിങ് ആണ്, വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ ഈ സാധനം ജസ്റ്റ് ഒന്ന് എൻ്റെ ഷർട്ടിൽ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്താ പറയുക കുറേ സമയം കഴിഞ്ഞിട്ട് എൻ്റെ ഷർട്ട് ഇവിടെ റൂമിൽ ഇവിടെ വെച്ച് പോയതാണ്. പിന്നെ ഞാൻ രാത്രിയൊക്കെ നോക്കുമ്പോൾ സാധനത്തിൻ്റെ സ്മെല്ലുണ്ട്. അതേപോലെ ഇതിൻ്റെ ഈ ഒരു ലിക്വിഡ് എൻ്റെ കയ്യിൽ ഇവിടെ തന്നെ കുറച്ചായിട്ട് അതും കുറേ സമയം കഴിഞ്ഞ് നോക്കുമ്പോഴും കയ്യിലൊക്കെ ആ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. സോ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ ജ്യൂസിൻ്റെ കളറ് ഒരു ഗോൾഡൻ കളറിലാണ്. ഓക്കെ, സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1890 ആണ് ഓൺലൈൻ പ്രൈസ് വരുന്നത്. പക്ഷേ നമ്മുടെ ലേറ്റർ സ്റ്റോറിന് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 1390ക്ക് ഈ സാധനം കിട്ടും. ഒരു 500 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു ഈദിൻ്റെ ടൈമിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു വൈബ് തരുന്ന ഒരു പെർഫ്യൂമാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പെർഫോമൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു 4 hours വരെയൊക്കെ ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. അവിടെ നമുക്കൊരു 12+ hours ഒക്കെ സാധനം നിൽക്കുന്നുണ്ട്. ഡ്രസ്സിൽ അപ്ലൈ ചെയ്യാൻ കൂടുതൽ പെർഫോം ചെയ്യാൻ, അത് ഏത് പെർഫ്യൂം ആണെങ്കിലും ഡ്രസ്സിൽ അപ്ലൈ ചെയ്താലേ കൂടുതൽ നിൽക്കുകയുള്ളൂ. ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ആ ഒരു പൾസ് പോയിന്റ്സിൽ അപ്ലൈ ചെയ്താൽ പ്രൊജക്ഷൻ കൂടുതലുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ കുറേ സമയം അവിടെ സാധനം അങ്ങോട്ട് സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.